സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം 2.3 ഞാൻ നിർത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം 2.3 കുറച്ച് ഡൗട്ട്സ് ഉണ്ട് ചില കുട്ടികൾക്ക്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഫൈൻഡ് ദ ഡിസ്ക്രീറ്റ് ബണ്ടിൽസ് ഓഫ് ദി ബഡ്ജറ്റ് സെറ്റ് 2x + 4y ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എന്താണ് ഡിസ്ക്രീറ്റ് ബണ്ടിൽ കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രീറ്റ് ബണ്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യില്ലേ, എക്സിനും വൈക്കും വാല്യൂസ് ഇട്ട് കൊടുത്ത്, അതേപോലെ തന്നെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ബണ്ടിലുകൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം, 0 എന്ന് കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എത്രയായിരിക്കും? എക്സിന് 0 എടുത്തു കഴിഞ്ഞാൽ 2 × 0 + 4y is equal to എന്താ 10 എന്ന് വരും അല്ലേ. അപ്പോൾ 4y is equal to എന്താ 10. then y is equal to 10 divided by 4. 10 divided by 4 എന്ന് പറയുമ്പോൾ 2.5 വരുന്നതാണ് വിശ്വാസം. 2.5 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രീറ്റ് ബണ്ടിൽ എന്ന് പറയുമ്പോൾ എന്താ 0, എന്താ 2.5. അപ്പോൾ ഫസ്റ്റ് ഡിസ്ക്രീറ്റ് ബണ്ടിൽ കിട്ടി. ഇനി അതുപോലെ തന്നെ നമുക്ക് എക്സിന് വേറൊരു വാല്യൂ എടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 2 × 1 + 4y is equal to എന്താ 10. then 4y is equal to +2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും -2 ആവും. then ആൻസർ എത്രയാ 8. y is equal to എന്താ 2. അപ്പോൾ ഇക്വേഷൻ എന്തൊരു 1, എന്താ 2. ഇക്വേഷൻ എന്താ നമ്മുടെ ഡിസ്ക്രീറ്റ് ബണ്ടിൽ കിട്ടി 1, 2. ഇനി നമുക്ക് എക്സിന് എന്ത് കൊടുക്കാം, 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x is equal to 2. എക്സിന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും, 2 × 2 + 4y is equal to 10 എന്ന് കൊടുക്കാം. അപ്പോൾ 4y is equal to 10 - 4 that is equal to എത്ര 6. അപ്പോൾ y is equal to 6 divided by 4. അപ്പോൾ ആൻസർ എത്ര വരും 1.5. അപ്പോൾ ആ ഉപഭോഗ ഫണ്ട് എന്ന് പറയുന്നത് 2, എന്താ 1.5. ഇതാണ് നമ്മളുടെ ഡിസ്ക്രീറ്റ് ബണ്ടിൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാ 0, 2.5, 1, 2, 2, 1.5. ഇതാണ് ഡിസ്ക്രീറ്റ് ബണ്ടിൽ. ഇത് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്ക് ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എന്താ നമ്മൾ ഏതെങ്കിലും ഒരു ഇതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഒന്നുകിൽ എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ വൈക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിനാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ വൈയുടെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓരോ സെറ്റ് ഓഫ് എന്തെങ്കിലും ബണ്ടിൽസ് നമുക്ക് കിട്ടും. അതിനെയാണ് ഡിസ്ക്രീറ്റ് ബണ്ടിൽ എന്ന് പറയുന്നത്. അതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് ബഡ്ജറ്റ് ലൈൻ. എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് ബഡ്ജറ്റ് ലൈൻ? എന്തായിരിക്കും ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്? നമ്മുടെ ബഡ്ജറ്റ് രേഖ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബഡ്ജറ്റ് രേഖ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈൻ എന്ന് പറയുന്നത് ഒരു ഉപഭോക്താവിന് തൻ്റെ വരുമാനം, അതായത് തൻ്റെ ഇൻകം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി വാങ്ങിക്കാൻ കഴിയുന്ന 2 സെറ്റ് ബണ്ടിലുകളെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നതിനെ ആണ് എന്തെന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്താ? ഈസ് ഡിഫൈൻഡ് ആസ് ദി ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് combinations of good 1 and good 2 which cost exactly equal to എന്താ ഇൻകം. എന്താണ് നിൽക്കുന്നത്? ഒരു ഉപഭോക്താവിന് തൻ്റെ വരുമാനം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി, അതായത് ചെലവഴിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന എന്താ പറഞ്ഞിരിക്കുന്നത് 2 സാധനങ്ങളുടെ എല്ലാ ഉപഭോഗ ബണ്ടിലുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യോജിപ്പിച്ചു വരയ്ക്കുന്ന രേഖയെ ആണ് എന്തെന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ the locus of points of the combination of good 1 and good 2 which cost exactly equal to എന്താ ഇൻകം. എന്താ പറഞ്ഞാൽ 2 സാധനങ്ങൾ അല്ലേ നമ്മുടെ ഒരു ഉപഭോക്താവിന്. അപ്പോൾ ഒരു ഉപഭോക്താവിന് എന്താ പറയുക അയാളുടെ വരുമാനം മുഴുവൻ ഉപയോഗപ്പെടുത്തി വാങ്ങാൻ കഴിയുന്ന 2 സാധനങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന രേഖയാണ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ വരും? P1x1 + P2x2 is equal to എന്തായിരിക്കും? കണ്ടില്ലേ? എന്നുവെച്ചാൽ ഈ 2 സാധനം ഗുഡ് 1 ആൻഡ് ഗുഡ് 2 നമുക്ക് വാങ്ങാൻ കഴിയുന്ന നമ്മളുടെ ഇൻകം എത്രയായിരിക്കും? M-ന് ഈക്വൽ ആയിരിക്കണം. അതാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ലൈനിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ബഡ്ജറ്റ് ലൈൻ എപ്പോഴും നമുക്ക് വരുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് P1x1 + P2x2 is equal to M എന്ന് പറയുന്നതിൻ്റെ ബഡ്ജറ്റ് ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എന്താ? ഇത് x1 ഗുഡും ഇതെന്തായിരിക്കും x2 ഗുഡുമാണ് അല്ലേ. ഇത് ഹൊറിസോണ്ടൽ ലൈനും ഇതെന്താ വെർട്ടിക്കൽ ലൈനുമാണ്. അപ്പോൾ P1x1 + P2x2 is equal to എന്താ M. ഇനി ഈ കേസിൽ തന്നെ നമുക്ക് 2 ഡിഫറെൻറ്റ് കേസസ് പഠിക്കാനുണ്ട്.
എന്താണ് വെർട്ടിക്കൽ സ്ലോപ്പ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും നെക്സ്റ്റ് എന്താണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും എന്നുള്ളത്. എന്താണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആൻഡ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അപ്പൊ ഈ കേസിൽ നമുക്ക് 2 ടേംസ് ആണ് പഠിക്കാനുള്ളത്. ഈ ഒരു പോയിന്റും പഠിക്കണം, പിന്നെന്താ ഈ ഒരു പോയിന്റും പഠിക്കണം. ഈ ഒരു പോയിന്റ് എന്താ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് എന്താ പറയുന്ന പേരെന്താ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഈ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അതായത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ x2 ഒന്നും വാങ്ങണില്ല എന്നുവെച്ചാൽ ഗുഡ് 2 നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ വരുമാനം ഉപയോഗിച്ചിട്ട് നമ്മൾ ഗുഡ് 2 ഒന്നും വാങ്ങുന്നില്ല. എക്സാമ്പിൾ, ഞാനിപ്പോൾ മാർക്കറ്റിൽ പോയി, എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് എനിക്ക് സവോളയാണ്, അതായത് ഒനിയനാണ് വാങ്ങേണ്ടത്. എനിക്ക് ടൊമാറ്റോ വേണ്ട. നമ്മൾ 2 ഗുഡ് എടുക്കുകയാണ്, ഒന്ന് ഒനിയനും ഒന്നെന്താ ടൊമാറ്റോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ മാർക്കറ്റിൽ പോയാൽ ഞാൻ ആദ്യം വാങ്ങുന്നത് എൻ്റെ പ്രിഫറൻസ് എനിക്ക് ഏതായിരിക്കും? എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം എൻ്റെ വരുമാനം വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് വാങ്ങേണ്ടത് ഏതായിരിക്കും? ഒനിയനായിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തില്ല, ടൊമാറ്റോ ഒന്നും വാങ്ങിയില്ല. അപ്പോൾ x2 എന്താ =0 ആയിട്ട് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ x2 0 ആണെങ്കിൽ p1 x1 എന്തെന്ന് വരും? m എന്ന് വരില്ലേ? അപ്പോൾ x1 എന്ത് വരുന്നു? m/p1 എന്ന് വന്നു. x1 എന്തെന്ന് വന്നു? m/p1. മനസ്സിലായോ എന്താ പറഞ്ഞേക്കുന്നത്? എനിക്ക് പ്രിഫറൻസ് ഉള്ളത് എന്താ വെച്ചാൽ എൻ്റെ വരുമാനം ഉപയോഗിച്ച് ഞാൻ വാങ്ങിയത് ഏത് ഗുഡ് മാത്രമേ ഉള്ളൂ? x1 മാത്രമേ വാങ്ങിയുള്ളൂ. അതായത് ഞാൻ ഒനിയൻ മാത്രമേ വാങ്ങിയുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ എന്താ 5 കിലോയ്ക്ക് എത്രയാണ്? 100 രൂപ. എൻ്റെ കയ്യിൽ എത്ര രൂപയുള്ളൂ? 100 രൂപ. 100 രൂപ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? 5 കിലോ ഒനിയനും വാങ്ങി. അപ്പോൾ എനിക്ക് തക്കാളി വാങ്ങാൻ പറ്റിയോ? അല്ലെങ്കിൽ ടൊമാറ്റോ വാങ്ങാൻ പറ്റിയോ? ഇല്ല. അതാണ് എന്തെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്തെന്നാണ്? m/p1. എന്താണ്? m/p1. അപ്പോൾ ഇവിടെ ഗുഡ് 2ന്റെ വാല്യൂ എത്രയാ? 0. എന്ന് വെച്ചാൽ ഞാൻ ഗുഡ് 2 ഒന്നും വാങ്ങിയില്ല. എൻ്റെ വരുമാനം മുഴുവനും ഞാൻ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഗുഡ് 1 വാങ്ങാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചു. നെക്സ്റ്റ് പോയിന്റ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. എന്തെന്നാ പറയുന്നത്? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം മീൻ ചെയ്യുന്നത്? അതായത് ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, നെക്സ്റ്റ് ഡേ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് എന്താ ചെയ്തത്? ഞാൻ x1 ഒന്നും വാങ്ങിയില്ല. ദാറ്റ് മീൻസ് ഒനിയൻ ഒന്നും എന്ത് ചെയ്തില്ല, വാങ്ങിയില്ല. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ മാർക്കറ്റിൽ പോയപ്പോൾ ഉണ്ടായത് 100 രൂപയാണെന്ന് വെച്ചോ. ഞാൻ എന്ത് ചെയ്തു, 10 രൂപയായിരുന്നു 1 കിലോ ഒനിയൻ. ഞാൻ 10 കിലോ ഒനിയനും 10 കിലോ ടൊമാറ്റോയും എന്ത് ചെയ്തു, വാങ്ങിക്കൊണ്ട് വന്നു. എന്താണ് x1 എന്ന് പറഞ്ഞാൽ ഒനിയനൊന്നും വാങ്ങിയില്ല. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ലാഭത്തിൽ എന്ത് കിട്ടി? ടൊമാറ്റോ കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടൊമാറ്റോ ഫുള്ളും എന്ത് ചെയ്തു, 100 രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ x1 എന്ന് പറയുന്ന ഗുഡ് ഞാനൊന്നും വാങ്ങിയില്ല. അപ്പോൾ x2 എന്തായി? 0 അല്ലെ? p2 x2 എന്താ? m. then x2 എന്തോന്നു? m/p2. മനസ്സിലായി? അപ്പോൾ m/p2 അതായത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന പോയിന്റ് m/p2 ആണ്. അത് എന്താ ഡിനോട്ട് ചെയ്യുന്നത്? എൻ്റെ കയ്യിലുള്ള വരുമാനം കൊണ്ട് ഞാൻ വാങ്ങിയ ഗുഡ് ഏതാണ്? 2 ആണ്. സെക്കൻഡ് ഗുഡ് ആണ്, ഗുഡ് 2 ആണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, വാങ്ങിയത്. അപ്പോൾ ആ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? m/p2. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് m/p1. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനിയുള്ളത് നമുക്ക് സോൾവ് ചെയ്യാനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സോൾവ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും ഫൈൻഡ് ചെയ്യാനും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് പിന്നെ ഉള്ളത്. നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ എക്സാമ്പിൾ 2.3 ആണ് ടെക്സ്റ്റ് ബുക്കിൽ. എക്സാമ്പിൾ 2.3 ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എക്സാമ്പിൾ 2.3 ഓക്കെ, എക്സാമ്പിൾ 2.3 in the budget line equation 3x1 plus 4x2. നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്താ? 3x1 plus 4x2 is equal to 12. Find the എന്താ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആൻഡ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ഫൈൻഡ് ദി എന്തൊക്കെയാ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും ഫൈൻഡ് ചെയ്യണം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഫൈൻഡ് ചെയ്യണം. ഫൈൻഡ് ദി ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആൻഡ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും ഫൈൻഡ് ചെയ്യണം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഫൈൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എന്താ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്? എന്താ? x2 എന്ന് പറയുന്ന ഗുഡ് എല്ലാം എന്തായിരിക്കും? നമ്മൾ വാങ്ങണില്ല, 0 ആയിരിക്കും അല്ലെ? x2 എന്ന് പറയുന്ന ഗുഡ് എന്തായിരിക്കും? 0 ആയിട്ടുള്ളതിനെ നമ്മൾ പറയുന്നത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഓൾറെഡി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എങ്കിൽ ഇക്വേഷൻ എന്താ? 3x1 plus 4x2 is equal to 12. അപ്പൊ നമുക്ക് ഇവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് x1 ഉം ഇതെന്താ? x2. ഇതാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഹൊറിസോണ്ടൽ. ഞാൻ hi എന്ന് കൊടുക്കുകയാണ് കേട്ടോ.
മനസ്സിലാകാൻ വേണ്ടിയിട്ട് HI എന്ന് കൊടുക്കുകയാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അതായത് ദാറ്റ് മീൻസ് M/, എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, P1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x2 എന്ന് പറയുന്ന ഗുഡ്സ് ഒന്നും ഞാൻ എന്ത് ചെയ്തില്ല, വാങ്ങിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും, 3 into അല്ലെ x1 plus 4 into 0 is equal to 12. Then 3x1 is equal to 12. Then value of x1 is equal to 12 divided by 3 is equal to 4. അപ്പോൾ x1 ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്ര കിട്ടി, എനിക്ക് 4 കിട്ടി. അതായത് M/P1 അല്ലെ എന്തിന് ഈക്വലാ, x1 ഈക്വൽ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണ്, 4. ഇതാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്ര കിട്ടിയത്, 4 ആണ് കിട്ടിയത് അല്ലെ. ദാറ്റ് മീൻസ് എവിടെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ എന്തെന്ന് എഴുതാം, 4,0. x2 എന്ന് പറയുന്ന ഗുഡ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്തില്ല, വാങ്ങിയില്ല. നെക്സ്റ്റ് നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ, x2 is equal to എന്തെന്നാ പറയുന്നത്, M/P2. അതാണ് എന്താ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. ഞാനിത് റബ് ചെയ്യാണ്, ഞാൻ മുകളിലേക്ക് എഴുതാണ്. അപ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ എന്താ, 3 into അല്ലെ 3 into x1 ഇവിടെ എന്തായിരിക്കും, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിൽ the value of x1 is equal to എന്താ 0. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിൽ x1 ന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 into 0 plus 4 into x2 is equal to എത്രയാ, 12. Then value of x2 is equal to 12 divided by 4 is equal to എന്താ 3. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്ര വരും, 3,0 അല്ലെ 3,0. അതായത് x2 is equal to M/P2 is equal to ആൻസർ എത്ര കിട്ടി, നമുക്ക് 3 എന്ന് കിട്ടി. ആ പോയിന്റ് നമുക്ക് ഇവിടെ അല്ലേ മാർക്ക് ചെയ്യുന്നത്, എന്താ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്താ M/P2. അതെന്തിന് ഈക്വലാ, x2 ഈക്വൽ ആണ്. അപ്പൊ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, 0,3. കാരണം x1 എന്ന് പറയുന്ന ഗുഡിന്റെ വാല്യൂ എന്താ, നമ്മളൊന്നും വാങ്ങിയിട്ടില്ല. x1 is equal to എന്താ 0. ഓക്കെ, ഇതാണ് എന്താ പ്രോബ്ലം 2.3. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ സോൾവ് ചെയ്യാനാണ് കൊടുത്തേക്കുന്നത്. ഇക്വേഷൻ എന്താ, എക്സാമ്പിൾ 2.4. നമുക്ക് ആ ക്വസ്റ്റ്യനോടൊന്ന് ചെയ്യാം. എക്സാമ്പിൾ 2.4 നമുക്ക് പറയുന്നത് കൺസിഡർ ദ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. Consider the budget line equation 5x1 plus 5x2 is equal to 0. Then solve for x2. എന്താ പറഞ്ഞേക്കുന്നത്, 5x1 plus എന്താ പറഞ്ഞേക്കുന്നത് 5x2 is equal to എന്താ പറഞ്ഞേക്കുന്നത് 20 ആണെങ്കിൽ നമുക്ക് എന്ത് സോൾവ് ചെയ്യാനാണ് ഇവരെ പറയുന്നത്, x2 സോൾവ് ചെയ്യാൻ. എന്ന് വെച്ചാൽ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, x2 സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്ത് ഫൈൻഡ് ചെയ്യണം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ x1 is equal to എന്തെന്ന് കൊടുക്കണം, 0 എന്ന് കൊടുക്കണം. ബട്ട് നമുക്കിവിടെ x2നെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. x2നെ സോൾവ് ചെയ്യാൻ പറയുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് x2ന്റെ വാല്യൂ ഈ ഇക്വേഷനിൽ നിന്ന് ഫൈൻഡ് ചെയ്യണം. x2ന്റെ വാല്യൂ ഈ ഇക്വേഷനിൽ നിന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ എന്തൊരു 20 മൈനസ് എന്തെന്ന് എഴുതാം, 5x1 എന്ന് എഴുതാം. 5x2 is equal to എന്തെന്ന് എഴുതാം, 20 മൈനസ് 5x1. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ, x2ന്റെ വാല്യൂ ആണ്. അപ്പൊ സോൾവ് ചെയ്യാൻ അറിയിക്കണം, വാല്യൂ അല്ല x2നെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊരു 20 മൈനസ് 5x1 ഡിവൈഡഡ് ബൈ എന്തെന്ന് കൊടുക്കാം, 5 എന്ന് കൊടുക്കാം അല്ലെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് കോമൺ എടുക്കാം, 5 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, 4 മൈനസ് x1 ഡിവൈഡഡ് ബൈ എന്താ 5. അപ്പൊ ഇതും ക്യാൻസൽ ആയി പോകൂലേ. അപ്പൊ x2ന്റെ വാല്യൂ സോൾവ് ചെയ്തപ്പോൾ എത്ര കിട്ടി, x2 is equal to 4 minus എന്താ x1. x2 is equal to എന്ത് വന്നു, 4 minus എന്താ x1. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്തോരം വാല്യൂസ് ഇട്ട് കൊടുക്കാം, x2ന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി. x1ന് വേണമെങ്കിൽ 0 കൊടുക്കാം, ബണ്ടിൽസ് ഒന്നും വാങ്ങിയില്ല. അപ്പൊ x2 is equal to എന്തെന്ന് വന്നു, 4. ഇനി എന്ത് കൊടുക്കാം, x1ന് എന്ത് കൊടുക്കാം, 1 കൊടുക്കാം. അപ്പൊ x2 എന്ത് വന്നു, 4 minus 1 എത്രയാ 3. x1ന് നമുക്ക് നെക്സ്റ്റ് എന്ത് കൊടുക്കാം, 3 കൊടുക്കാം. അപ്പൊ x2 is equal to എന്താ 4 minus 3 എത്രയാ 1. ഇനിയും x1ന് നമുക്ക് എന്ത് കൊടുക്കാം, 4 എന്ന് കൊടുക്കാം. അപ്പൊ x2ന്റെ വാല്യൂ എന്താ 4 minus 4 is equal to 0. ഇത് വെച്ചിട്ട് നമുക്കൊരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഫൈൻഡ് ദ ബഡ്ജറ്റ് ലൈൻ ഓഫ് draw the budget line of 5x1 plus 5x2 is equal to 20. അതായത് ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇത്രയും സോൾവ് ചെയ്തിട്ട് ഈ ബണ്ടിൽസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു
ബഡ്ജറ്റ് ലൈൻ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ഡ്രോ ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ.